രാവിലെ ഉറക്കമുണർന്ന തിലകൻ കണ്ടത് ഗേറ്റിലിരിക്കുന്ന നീണ്ട ഒരു പെട്ടിയാണ്. പിടയ്ക്കുന്ന മനസ്സോടെ തിലകൻ പാഞ്ഞു ചെന്നു. പിന്നാലെ സുമിത്രയും. പെട്ടി തുറന്ന തിലകൻ അകത്തേക്ക് നോക്കി. എന്റെ പൊന്നു മോളെ! നെഞ്ചു പിളർക്കുന്ന ഒരാർത്തനാദം ഉയർന്നു. അത് കണ്ട് സുമിത്ര ബോധം കെട്ട് മറിഞ്ഞു വീണു. മരിച്ചു മരവിച്ച മഞ്ജുവിന്റെ ശവമായിരുന്നു അതിൽ. വാർത്തയറിഞ്ഞ് പത്രക്കാരും ജനങ്ങളും ഓടിക്കൂടി. സുമിത്രയെ ആരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവരുടെ മാനസിക നില തകരാറിലായിരുന്നു. വാർത്തയറിഞ്ഞ് കറിയാച്ചോളക്കാടൻ വിറച്ചു. ചത്ത ശവം പോലെ ഇരുന്നതേയുള്ളൂ തിലകൻ. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലങ്ങൾ തിരിച്ചടിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. തന്റെ പൊന്നുമോൾ പോയി. അവസാനമായി ഡാഡിയോട് ഒരു വാക്ക് പോലും പറയാതെ. ഞാൻ ഇതെങ്ങനെ സഹിക്കും? തികട്ടി വന്ന തേങ്ങലടയ്ക്കാൻ തിലകന് കഴിഞ്ഞില്ല. രാത്രി വീണ്ടും ഫോൺ ശബ്ദിച്ചു. തിലകൻ ഫോൺ എടുത്തു. തിലകൻ സാറേ, മകൾ മരിച്ചതിന്റെ ദുഃഖാചരണം കഴിഞ്ഞോ? അടുത്ത കുറി വീണിരിക്കുന്നത് തനിക്ക്. നീ? അതെടാ, ഞാൻ നീ ഉദ്ദേശിക്കുന്നവൻ തന്നെ. മൂർത്തി. വെറും മൂർത്തിയല്ല, നിഗ്രഹാനുഗ്രഹങ്ങൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ദ ഗ്രേറ്റ് മൂർത്തി. ഐ ആം ദ എംപറർ ഓഫ് അണ്ടർവേൾഡ്. ഗുഡ് നൈറ്റ്. ലൈൻ ഡിസ്കണക്റ്റ് ആയി. തരിച്ചിരിക്കാനേ തിലകനാവുമായിരുന്നുള്ളൂ. അയാളുടെ പോലീസ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോ ഒരു പിതാവിന്റെ വേദനയിൽ വെന്തു നേറുകയാണ്. ഏക മകൾ നഷ്ടപ്പെട്ട അച്ഛന്റെ ദുഃഖം. മൂർത്തി തന്നെ കൊല്ലുകയോ തിന്നുകയോ ചെയ്യട്ടെ. തന്റെ മോളില്ലാത്ത ലോകത്ത് താൻ എന്തിനു ജീവിക്കണം? അതായിരുന്നു തിലകന്റെ ചിന്ത. ഭദ്രനാണ് ആ വാർത്ത മൂർത്തിയുടെ ചെവിയിൽ എത്തിച്ചത്. കറിയാച്ചോളക്കാടന്റെ മകൾ ലിസി വിഷം കഴിച്ചു മരിച്ചു. തൽക്കാലം ജോബ് ഇതറിയണ്ട, മൂർത്തി പറഞ്ഞു. എന്നാൽ അവർ പറയുന്നത് ജോബ് കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ അവനിരുന്നു. സ്വയം ആത്മനിന്ദ തോന്നിക്കാണും, പിന്നെ കുറ്റബോധവും. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ നീറിപ്പുകയുന്നത് പോലെ. താൻ ഇപ്പോഴും ലിസിയെ സ്നേഹിക്കുന്നു, അതാണ് സത്യം. പഴയ ഓർമ്മകളിൽ രണ്ടിറ്റു കണ്ണീർ കപോലങ്ങൾ വഴി ഒലിച്ചിറങ്ങി. ഇനി ഒരിക്കലും പഴയ ജോബിച്ചനാകാൻ തനിക്ക് കഴിയില്ലെന്ന സത്യം അവൻ അറിഞ്ഞു. ലിസിയും ഉണ്ടാവില്ല. ആരും. തന്നെ കാത്ത് കഴുമരം ഒരുങ്ങിക്കാണും. വേണ്ട, ഒന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓർമ്മകൾ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വിലങ്ങുകളാവരുത്, അവൻ സ്വയം സമാധാനിച്ചു. കറിയാച്ചോളക്കാടൻ ആകെ തളർന്നു പോയിരുന്നു. എന്തിനു വേണ്ടി ലിസി അത് ചെയ്തു? റോബർട്ടിന്റെ മരണം അവൾക്കൊരു ഷോക്കായിരിക്കണം. അന്നു മുതൽ മിണ്ടാട്ടമില്ല, ഊണില്ല, ഉറക്കമില്ല. ചിന്തിച്ച് ഒരേ ഇരിപ്പ്. ഒരു കുഞ്ഞുണ്ടെന്നുകൂടി അവൾ ചിന്തിച്ചില്ലല്ലോ. ലിസിയുടെ മോൾ റീത്തയുടെ കയ്യിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതുവരെ സൈമൺ കണ്ടില്ലല്ലോ. പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിവ്. ഏതായാലും 1 മണിക്കൂർ കൂടി കാത്തിട്ട് ശവം പള്ളിയിലേക്ക് എടുക്കാം, ചിലർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്നും സൈമൺ ചുളക്കാടൻ ഇറങ്ങി. മകനെ കണ്ടതും കറിയാച്ചന്റെ ദുഃഖം അണപൊട്ടി. നമ്മുടെ ലിസിമോള് പോയടാ. അതും പറഞ്ഞ് മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ ശവസംസ്കാരം കഴിഞ്ഞു. ഡാഡി, എനിക്ക് നാളെ മടങ്ങണം. മോനെ, നീ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നീ എന്നെ തനിച്ച് വിട്ടിട്ട് പോയാ എങ്ങനാ? കറിയാച്ചന്റെ മനസ്സിലും ഭീതി പണം വിടർത്താൻ ആരംഭിച്ചിരുന്നു. റോബർട്ടിനെ അവർ കൊന്നു. തിലകന്റെ മകൾ മഞ്ജുവിനെ. ഇനി അവശേഷിക്കുന്നത് 3 പേർ. തിലകനും ഞാനും നീയും. അതുകൂടി കേട്ടപ്പോൾ സൈമന്റെ ഭീതി വർദ്ധിച്ചു. സൈമൺ ചൂളക്കാടൻ എത്തിയ വിവരം മൂർത്തി അറിഞ്ഞു. അവൻ ഇനി മടങ്ങിപ്പോരുത്. അതിനു മുമ്പ് നമ്മൾ അവനെ കാണണം, മൂർത്തി പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിങ്ങിൽ ജീപ്പ് നിർത്തിയ ശേഷം SP തിലകൻ ജീപ്പിൽ നിന്നിറങ്ങി. സുമിത്രയെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇന്നാണ്. അദ്ദേഹം സ്റ്റെപ്പുകൾ കയറി വാർഡിലേക്ക് ചെന്നു. വേലക്കാരി യുവതിയാണ് സുമിത്രയുടെ അടുത്തുണ്ടായിരുന്നത്. തിലകൻ ഡോക്ടർ ഐസക്കിനെ കണ്ടു. എങ്ങനെയുണ്ട് ഡോക്ടർ എന്റെ വൈഫിന്? ഇപ്പോ കുഴപ്പമൊന്നുമില്ല. മനസ്സിന് ഷോക്കാകുന്ന വാർത്തകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മാരുതി വാൻ ജീപ്പിനടുത്ത് വന്നു നിന്നു. അതിൽ നിന്നും പീറ്റർ ഇറങ്ങി ജീപ്പിനരികിലേക്ക് ചെന്നു. തിലകൻ കൗണ്ടറിൽ വന്ന് ബില്ല് പേ ചെയ്ത് വാർഡിൽ ചെന്ന് സുമിത്രയും കൂട്ടി താഴേക്ക് വരുമ്പോൾ ഡോക്ടർ ഐസക് മുകളിലേക്ക് വരുന്നു. വരട്ടെ ഡോക്ടർ. അതും പറഞ്ഞ് തിലകനും സുമിത്രയും വേലക്കാരിയും ജീപ്പിൽ ചെന്ന് കയറി. തിലകൻ വണ്ടി മുമ്പോട്ടെടുത്തു. പിന്നാലെ ഒരു വാൻ ഫോളോ ചെയ്യുന്നത് തിലകൻ റിവ്യൂ മിററിലൂടെ കണ്ടു. തിരക്ക് കുറഞ്ഞ ഭാഗത്തെത്തിയതും വാനിലിരുന്ന ഭദ്രന്റെ കയ്യിലെ റിമോട്ട് കൺട്രോളിൽ വിരലമർന്നു.
പെട്ടെന്ന് ഒരു സ്ഫോടനത്തോടെ തിലകന്റെ ജീപ്പ് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് ജനം പരിഭ്രാന്തിയോടെ ചിതറിയോടി. ഫയർ സർവീസും പോലീസ് ജീപ്പുകളും സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. സ്ഫോടനത്തിൽ നടന്നുപോയ 2 പേർ മരിച്ചു. 4-5 ആൾക്കാർക്ക് പരിക്കേറ്റു. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. SP തിലകന്റെ മരണം ഡിപ്പാർട്ട്മെന്റിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്ന് ഹോം മിനിസ്റ്റർ DIGയോട് പറഞ്ഞു. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫറൻസുകൾ വിളിച്ചുകൂട്ടി. എത്രയും പെട്ടെന്ന് മൂർത്തിയെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവായി. ജോബ് ഡിസോസ തനിച്ചിതൊന്നും ചെയ്യാൻ സാധ്യതയില്ലെന്ന് പോലീസിന് അറിയാമായിരുന്നു. നമ്മളെ പിടിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ സഹായം തേടുന്നതായി അറിഞ്ഞു. ഭദ്രൻ പറഞ്ഞു. വരട്ടെ, ക്രൈംബ്രാഞ്ചോ CBIയോ ആരെങ്കിലും ഒക്കെ വരട്ടെ. ഇനി കറിയ ചൂളക്കാടൻ, അവനെ എനിക്ക് ജീവനോടെ വേണം. ചൂളക്കാടന്മാരെ തീർത്തിട്ട് ബോംബെക്ക് മടങ്ങണം. അവിടെ രവീന്ദ്ര ജെയിൻ വിലസുന്നുണ്ട്. അവനെ നേരിടണം. ചെട്ടിയാരുടെ മരണത്തിന്റെ കുറച്ച് കണക്കുകൾ ബാക്കിയുണ്ട്. മൂർത്തി ഒരു ചുരുട്ട് കത്തിച്ച് വായിൽ വെച്ചു. കറിയ ചൂളക്കാടന്റെ ഫോൺ കരഞ്ഞു. കറിയച്ചൻ റിസീവർ എടുത്തു. ഹലോ, ചൂളക്കാടനല്ലേ? ഓർമ്മയുണ്ടോ ആവോ? ഒരിക്കലൊന്ന് വിളിച്ചിരുന്നു. ആ, അടുത്ത നറുക്ക് വീണത് തനിക്ക്. സൂക്ഷിച്ചോ, നേരിൽ കാണാം. ആരേടാ നീ? നിന്റെ അമ്മയുടെ നായര്. മകൻ വന്ന ധൈര്യത്തിലായിരിക്കും. അവൻ തിരിച്ചു പോകില്ല, പറഞ്ഞേക്ക്. ലൈൻ കട്ടായി. റിസീവറും പിടിച്ച് ധരിച്ചു നിന്ന കറിയാച്ചനോട് സൈമൺ തിരക്കി. ആരാ ഡാഡി? അവൻ, ആ ചെകുത്താൻ മൂർത്തി, ഭീതിയോടെ കറിയാച്ചൻ പറഞ്ഞു. കറിയ ചൂളക്കാടൻ രാവിലെ പത്രത്തിലൂടെയാണ് ആ വാർത്ത അറിഞ്ഞത്. ജോബ് ഡിസൂസയെ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നു. കേസ് അന്വേഷിക്കുന്നത് പ്രശസ്തനായ ക്രൈംബ്രാഞ്ച് SP ഹാരിസൺ റോബർട്ട്. കുഴഞ്ഞു മറിഞ്ഞ പല കേസുകളും വളരെ പെട്ടെന്ന് തെളിയിച്ച് കുറ്റവാളികളെ കസ്റ്റഡിയിലെടുത്ത പാരമ്പര്യമാണ് ഹാരിസിന്റേത്. അതുകൊണ്ട് തന്നെ കറിയാച്ചന് അല്പം മനസ്സമാധാനമുണ്ടായി. മൂർത്തിയുടെ അടുത്ത ഇര താനാണെന്നല്ലേ അവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ഹാരിസിന് അവരെ പോക്കും. കറിയാച്ചന്റെ ഗുണ്ടകളും മൂർത്തിയുടെയും ജോബ് ഡിസൂസയുടെയും താവളങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കുന്നുണ്ട്. എവിടെയോ എന്തൊക്കെയോ ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ചിന്താമഗ്നനായ അദ്ദേഹം തന്റെ സന്തതി സഹചാരിയായ ഡെൻഹിലിന് ലൈറ്റർ ഒരച്ച് നാളം പകർന്ന് അതരങ്ങൾക്കിടയിൽ തിരുകി. ഫാദർ ബെഞ്ചമിനെ ഒന്ന് കാണണമെന്ന് ഹാരിസൺ ഉറച്ചു. വൈകുന്നേരം തന്റെ കാറിൽ അദ്ദേഹം പള്ളിമേടയിലെത്തി. അപ്പോൾ ഒരു യുവതി അച്ഛനെ കണ്ടിട്ട് നടക്കലുകൾ ഇറങ്ങിപ്പോകുന്നത് ഹാരിസൺ കണ്ടു. വരണം. അച്ഛൻ പള്ളിമുറിയിലേക്ക് ഹാരിസനെ ക്ഷണിച്ചു. ഞാൻ ക്രൈംബ്രാഞ്ച് SP ഹാരിസൺ റോബർട്ട്. ഇപ്പോ ജോബിന്റെ കേസ് അന്വേഷിക്കുന്നു. അവനെ അകത്താക്കലാണ് എന്റെ ലക്ഷ്യം. ആമുഖം എന്നോണം അദ്ദേഹം ഫാദറിനോട് പറഞ്ഞു. എന്നെ ഫാദർ സഹായിക്കണം. ജോബ് ഡിസോസയെ കുറിച്ച് അറിയാവുന്നത് ഫാദർ എന്നോട് പറയണം. ബൈ ദ ബൈ, ഇപ്പൊ ഒരു യുവതി ഫാദറിനെ കണ്ടിട്ട് പോകുന്നത് കണ്ടല്ലോ. ആരാണവൾ? അത് റീന, കടപ്പുറത്ത് ആശാനായ എസ്തപ്പാന്റെ മകൾ. അവൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഓ, ജോബ് ഡിസോസയുടെ ഫ്രണ്ട്. വേണമെങ്കിൽ ലവർ എന്ന് പറയാം അല്ലേ? അവൾ എന്തിനു വന്നു? അവളുടെ ജോബിച്ചനെ ഒന്ന് കാണണമെന്ന് പറയാൻ. അപ്പോ അവൻ ഇവിടെ വരാറുണ്ടല്ലേ? ഒരിക്കൽ അവന്റെ ഡാഡി മരിച്ച ദിവസം കല്ലറയിൽ തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ. എനിക്ക് സംശയമുണ്ടായിരുന്നു അവൻ ഫാദറിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന്. ഇനി എന്നാണ് അവൻ വരുന്നത്? എനിക്കറിയില്ല കുഞ്ഞെ. പാവം എന്റെ ജോബ്. അച്ഛനിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉതിർന്നു. അവൻ നിരപരാധിയാണെന്നാണോ ഫാദർ പറയുന്നത്? അതെ, അവൻ എന്നോടെല്ലാം പറഞ്ഞു. താങ്കൾ സത്യസന്ധമായി നീതി നടത്തുന്ന ഓഫീസറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. പറയ്, ഒരു മകൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ജോബിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്ക്. അവൻ ചെയ്തത് ശരിയോ തെറ്റോ? നിരപരാധിയായ അവനെ കൊലയാളിയാക്കി. അവൻ അനുഭവിച്ച ആത്മപീഡനങ്ങൾ, അപമാനങ്ങൾ, മർദ്ദനങ്ങൾ, ഇതിനൊക്കെ കൂട്ടുനിന്നവരെ വെറുതെ വിടാമോ? ഫാദർ, അങ്ങ് ഒരു പുരോഹിതനാണ്. വലതു കവളത്ത് അടിച്ചാൽ ഇടതു കവൾ കൂടി കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ. അങ്ങ് കുറ്റവാളിക്ക് കൂട്ടുനിൽക്കരുത്. ഇല്ല, ഇല്ല കുഞ്ഞിന്, ഒരിക്കലും ഇല്ല. അവനെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരിക്കലും പ്രതികാരത്തിന് അവനെ ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല. എന്റെ വാക്കുകൾ അവൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ ചെയ്ത കൊലപാതകങ്ങൾ അവനല്ല ചെയ്തതെന്നാണോ ഫാദർ പറയുന്നത്? തീർച്ചയായും അവന്റെ പിന്നിലുള്ള ആ മനുഷ്യനാണ് കരുക്കൾ നീക്കുന്നത്. ജോബ് അതനുസരിക്കുന്നു, അത്രമാത്രം.
ശരി ഫാദർ, ഞാൻ ഇറങ്ങുന്നു. ഫാദറിന്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ. ഇനി അവൻ എവിടെ വരികയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. ഒരു കുറ്റവാളിയെ സഹായിക്കുന്നതും ഒളിപ്പിക്കുന്നതും ഗുരുതരമായ തെറ്റാണെന്ന് അങ്ങയോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഹാരിസൺ കാറിൽ കയറി. കാർ ഇരുട്ടിന്റെ നെഞ്ചിലൂടെ കുതിച്ചു. ഒരു കാര്യം ഹാരിസൺ ഉറപ്പായി: നിരപരാധിയായ ജോബ് ഡിസൂസയെ കുറ്റവാളിയാക്കിയതാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ചൂളക്കാടനും സംഘവും. സത്യസന്ധനായ DSP ഹരിശങ്കറിന്റെ മരണത്തിന് പിന്നിലും ചൂളക്കാടന്മാരായിരുന്നു. തെളിവില്ലാത്തത് കൊണ്ട് കേസ് മാഞ്ഞുപോയി. താൻ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ജോബ് ഡിസോസിയും മൂർത്തിയും ഒത്തിരി ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞിരുന്നു. ചൂളക്കാടന്മാരോടുള്ള പ്രതികാരം അനുനിമിഷം മൂർത്തിയിൽ ആളിക്കത്തുകയാണ്. ബോംബെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായ മൂർത്തിയെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് കേരള പോലീസിന്. ചൂളക്കാടന്മാരെ വേട്ടയാടുന്നതിന് മുമ്പ് അവരെ പിടികൂടണം. എന്നിട്ട് ചൂളക്കാടിനെ നിയമത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഹാരിസൺ ഉറച്ചു. താൻ ഇതുവരെ ഏറ്റെടുത്ത കേസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണിതെന്ന് അദ്ദേഹത്തിന് തോന്നി. മോർജയുടെ ആളുകൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. കണ്ണും കാതും തുറന്നു വെക്കണം. ഇരുളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു വരാം. സൂക്ഷിക്കണം. ഹാരിസന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. ആസുരമായ വേഗത്തിൽ കാർ കുതിച്ചു. ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കരുക്കൾ നീക്കാൻ. ക്രൈംബ്രാഞ്ച് SP ഹാരിസൺ റോബർട്ട് നമ്മളെ പിടിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. മൂർത്തി ജോബിനോടും മറ്റുള്ളവരോടുമായി പറഞ്ഞു. പക്ഷേ അവന് നമ്മുടെ ഒരു രോമത്തെ തൊടാൻ പറ്റില്ല. അതിനു മുമ്പ് ഞാൻ ഈ തീക്കളി അവസാനിപ്പിക്കും. കറിയ ചൂളക്കാരനെ എനിക്ക് വേണം. ആദ്യം എന്റെ താവളത്തിൽ എത്തേണ്ടത് അവൻ, പിന്നെ അവന്റെ സന്തതി. എന്റെ അരുണിന്റെയും ആശയുടെയും ആത്മശാന്തിക്കായി ഞാൻ ഹൃദയം കരിങ്കലാക്കി അതിൽ കോറിയിട്ടതാണ് ആ പേരുകൾ. അത് മായ്ച്ചാലും മായ്ച്ചാലും മായില്ല. ഐ വാണ്ട് ദാറ്റ് ഡെവിൾസ്. മൂർത്തിയുടെ കണ്ണുകൾ കനൽക്കട്ട പോലെ ജ്വലിച്ചു. ഭദ്ര, ഒഴിക്ക്. അത് കേട്ടതും വിസ്കി കുപ്പിയുടെ അടപ്പ് തുറന്ന് ഭദ്രൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. മൂർത്തി ഒറ്റ വലിക്ക് അകത്താക്കി. നെഞ്ചിലെരിയുന്ന നെരിപ്പോടണയ്ക്കാൻ ഇതില്ലെങ്കിൽ പറ്റില്ലട ജോബ്. മൂർത്തി പുലമ്പി. ഞാനൊരു അധോലോക രാജാവായത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാമോ? എന്റെ മക്കളെ കൊന്നവരോട്, എന്നെ വികലാംഗരാക്കിയോടുള്ള പക തീർക്കാൻ. ഈ ചോരക്കളി കഴിഞ്ഞാൽ ഞാൻ പോലീസിന് കീഴടങ്ങും. പിന്നെ എനിക്കൊന്നും വേണ്ട. അങ്കിൾ, ഇന്ന് അല്പം ഓവറായി, മതി, ജോബ് പറഞ്ഞു. ഭദ്ര, കറിയ ചൂളക്കാടിനെ നമുക്ക് വേണം, എത്രയും പെട്ടെന്ന്. അത്രയും പറഞ്ഞ് വീൽചെയർ ഉരുട്ടിക്കൊണ്ട് മൂർത്തി തന്റെ മുറിയിലേക്ക് പോയി. കറിയ ചൂളക്കാടന്റെ പവിഴക്കൊട്ടാരത്തിൽ ആന ബേബിയും കരടി മാത്തനും പിന്നെ അവരുടെ കുറെ ശിങ്കിടികളും ഉറക്കം വിളിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. മരണം ഏതു നിമിഷവും ജോബ് ഡിസൂസയുടെയോ മൂർത്തിയുടെയോ രൂപത്തിൽ കടന്നു വരാം. കറിയാച്ചന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. നന്നായി ഉറങ്ങിയിട്ട് എത്ര നാളുകളായി. തന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. മരണം കൂറ്റൻ മുതലയെ പോലെ വാ വിളർത്തിക്കൊണ്ട് കണ്ണെത്താ ദൂരത്ത് നിൽക്കുന്നു. എപ്പോഴാണ് അത് തന്നെ പിടിച്ചു വിഴുങ്ങുന്നതെന്ന് അറിയില്ല. ഈ സമയം സൈമന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു റീത്ത. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്, അവൾ മന്ത്രിച്ചു. ഡാഡി ഉറങ്ങിയില്ല. അവൻ പറഞ്ഞു. കൊച്ചുമുതലാളി ലില്ലിയെയും മോനെയും കാണാൻ പോകുന്നില്ലേ? ഇല്ല. എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലേ അവൾ ഈ പടി ഇറങ്ങിപ്പോയത്. വേണമെന്ന് തോന്നുമ്പോ തിരിച്ചു വരും. അതല്ല കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി പോയി ലില്ലിയെ വിളിച്ചുകൊണ്ട് വരണം. എന്ന് തുടങ്ങി നിനക്ക് പുതിയ വേഷം? ഉപദേശിയുടെ. മിണ്ടിപ്പോവരുത്. നീ ഒറ്റൊരുത്തിയാണ് ഇതിനൊക്കെ കാരണം. വേശ്യയുടെ ചാരിത്ര പ്രസംഗം. എണീറ്റ് പോടി. സൈമൺ കോപത്തോടെ അലറി. ഞാൻ പോയേക്കാം. മോനെയും ഭാര്യയും ഇനി കാണാൻ പറ്റില്ലെങ്കിലൊന്ന് ഓർത്ത് പറഞ്ഞതാ. ഞാൻ പോയേക്കാം. പെറുപുറത്തുകൊണ്ട് റീത്ത എണീറ്റ് പോയി. റീത്ത ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ഒരു കറുത്ത രൂപം അവളുടെ വായ് പൊത്തി. റീത്തെ! കറിയാച്ചൻ ഉറക്കം വരാതെ കിടന്നു വിളിച്ചു. മറുപടി കിട്ടിയില്ല. പെട്ടെന്ന് ആരോ വരുന്ന പാദപതന ശബ്ദം അയാൾ കേട്ടു. റീത്തയായിരിക്കും. കറിയാച്ചൻ ലൈറ്റിന്റെ സ്വിച്ചിൽ വിരലമർത്തി. കറണ്ട് പോയിരിക്കുന്നു. നാശം. റീത്തേ, ആ ടോർച്ച് കൂടി എടുത്തോ, കറിയാച്ചൻ വിളിച്ചു പറഞ്ഞു. വാതിൽ തുറന്ന ഒരു കറുത്ത രൂപം അകത്ത് കയറുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കറിയാച്ചൻ കണ്ടു. അലറി കരയുന്നതിന് മുമ്പ് ഒരു തോക്കിന്റെ ബാരൽ കറിയാച്ചന്റെ വായ്ക്കകത്തേക്ക് കയറി. ശബ്ദിക്കരുത്, കുന്നുകളയും. അപ്പോൾ രണ്ട് രൂപങ്ങൾ കറിയാച്ചന്റെ കൈകാലുകൾ ബന്ധിച്ചു. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. നീളം കൂടിയ രൂപം കറിയാച്ചനെ പുല്ലുപോലെ എടുത്ത് തോളിലിട്ടു. ആ കറുത്ത രൂപങ്ങൾ ഇരുളിൽ ലയിച്ചു. തോളിൽ കിടന്നുകൊണ്ട് കുതിറിപ്പിടഞ്ഞ കറിയാച്ചോളക്കാടന്റെ തലയ്ക്ക് ശക്തമായ താടനമേറ്റു.
അതോടെ അയാൾ ബോധരഹിതനായി. ബംഗ്ലാവിന്റെ പിൻഭാഗത്തെ മതിലിനപ്പുറം ഒരു വെളുത്ത മാരുതി വാൻ നിർത്തിയിട്ടിരുന്നു. കറുത്ത രൂപങ്ങൾ മതിലിനപ്പുറത്ത് നിന്നവരുടെ കയ്യിലേക്ക് കറിയാച്ചനെ ഉയർത്തിക്കൊടുത്തു. അവർ അയാളെ വാനിനകത്തേക്ക് തള്ളി. കറുത്ത രൂപങ്ങൾ മതിൽ ചാടിക്കടന്ന വാനിൽ കയറി. വാൻ മുമ്പോട്ട് കുതിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് മാരുതി വാൻ മൂർത്തിയുടെ താവളത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കറിയാച്ചന് ബോധം വീണിരുന്നു. താൻ എവിടെയാണെന്ന് കുറച്ചു നിമിഷം കഴിഞ്ഞാണ് കറിയാച്ചന് മനസ്സിലായത്. അനങ്ങരുത്, മുഖംമൂടി ഊരി മാറ്റിക്കൊണ്ട് ഭദ്രം പറഞ്ഞു. കാലിൽ കെട്ടഴിച്ച് കറിയാച്ചനെ അവർ കെട്ടിടത്തിലേക്ക് വലിച്ചഴച്ചു. മൂർത്തിയുടെ വളർത്തു നായ്ക്കൾ മുരളുന്നുണ്ടായിരുന്നു. മൂർത്തിക്ക് മുമ്പിലേക്ക് അവർ കറിയാച്ചനെ നീക്കി നിർത്തി. ഭദ്ര, കയ്യിലെ കെട്ടുകൾ അഴിക്ക്, വായിലൊട്ടിച്ച പ്ലാസ്റ്ററും. ഭദ്രൻ കറിയാച്ചന്റെ കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രമാക്കി. ഓർമ്മയുണ്ടോ ഈ മുഖം മിസ്റ്റർ കറിയ ചൂളക്കാടന്? അതും പറഞ്ഞ് മൂർത്തി ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പിന്നെ ആ ചിരി മാഞ്ഞു. മുഖഭാവം മാറി. പൂച്ചയുടെ മുമ്പിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയായിരുന്നു കറിയാച്ചന്. എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അയാളുടെ ധൈര്യമൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരുന്നു. തന്റെ ഗുണ്ടകൾ കാവൽ നിൽക്കുന്ന ബംഗ്ലാവിൽ ഇവമാർ എങ്ങനെ കയറിയെന്നായിരുന്നു കറിയാച്ചന്റെ ചിന്ത. തനിക്കൊരു സംബന്ധം ആലോചിക്കാൻ, മൂർത്തി പറഞ്ഞു. ആ കണ്ണുകളിൽ പകയുടെ തീപ്പൊരി പൊട്ടി വീണ ആളുന്നത് ഉൾക്കിടിലത്തോടെ കറിയാച്ചൻ കണ്ടു. മൂർത്തി, എന്നെ കൊല്ലരുത്. എനിക്ക് എന്ത് വേണമെങ്കിലും തരാം. തരുമോ? എങ്കിൽ എന്റെ മക്കളെത്താം. ഇവന്റെ ഡാഡിയെ തിരിച്ചു കൊടുക്ക്. ഇനിയും ഉണ്ട്. തനിക്ക് അതൊക്കെ മടക്കി തരാൻ സാധിക്കുമോ? ഞാൻ നിരപരാധിയാണ്. എല്ലാം സൈമണും കൂട്ടുകാരും ചേർന്ന്. ഷട്ടപ്പ്! നിന്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. നിന്റെ കഞ്ചാവ് തോട്ടത്തെക്കുറിച്ച് ഫോറസ്റ്റർക്ക് വിവരം നൽകിയത് ഞാൻ ചെയ്ത തെറ്റ്. അത് നശിപ്പിച്ചത് ഡിസൂസ ചെയ്ത തെറ്റ്. പക്ഷേ അതിന് നീ ഞങ്ങൾക്ക് നൽകിയ പ്രതിഫലം മാരകവും ക്രൂരവുമായിരുന്നു. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ നിഷ്കരുണ കൊലപ്പെടുത്തി. നീയും ഒന്നേ അർഹിക്കുന്നുള്ളൂ, അത് മരണമാണ്. അതിനു മുമ്പ് ഒരു സത്യം കൂടി നീ അറിയണം. നിന്റെ ഭാര്യ അച്ചാമ്മയെ കൊന്നത് ജോബ് ഡിസൂസയല്ല, പകരം DSP തിലകൻ. ജോബ്, ആ കാസറ്റ് ഇവനെ കേൾപ്പിക്ക്. ജോബ് ഡിസൂസ റോബർട്ടിന്റെ കുറ്റസമ്മതത്തിന്റെ ഓഡിയോ കാസറ്റ് ടേപ്പ് റെക്കോർഡറിലിട്ട് ഓൺ ചെയ്തു. സത്യമുള്ള ചുരുൾ നിവർന്നപ്പോൾ കറിയ ചൂളക്കാടൻ വിയർത്തു കുളിച്ചു. അപ്പോൾ, അതെ, ഒരു നിരപരാധിയെ നീയും നിനക്ക് സ്തുതി പാടുന്ന ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കുറ്റവാളിയാക്കി, മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ച് ജയിലിലടച്ചു. ചൂളക്കാടന് അതിന് മറുപടിയില്ലായിരുന്നു. നിന്റെ മകനും അധികം താമസിയാതെ ഇവിടെ എത്തും. അതിനു മുമ്പ് നരകത്തിലൂടെ നിനക്ക് പാസ്പോർട്ട് തരാൻ പോവുക. എന്തു പറയുന്നു? മൂർത്തി തടിച്ച ഒരു ചുരുട്ട് കത്തിച്ചു. ഭദ്ര, നമ്മൾ ഓപ്പറേഷൻ നടപ്പാക്കിക്കോ. അതും പറഞ്ഞ് മൂർത്തി ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് പീറ്ററും ബഷീറും കറിയാച്ചന്റെ കൈകൾ രണ്ടും പിന്നിലോട്ടായി ബന്ധിച്ചു. ഭദ്രൻ ഒരു കുരുക്കിട്ട കയർ അയാളുടെ കഴുത്തിലിട്ടു. എന്നിട്ട് അതിന്റെ തുമ്പ് ഫാനിന്റെ ലീഫിൽ കെട്ടി. പീറ്ററും ബഷീറും കറിയാച്ചനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഭദ്രൻ ഫാനിന്റെ സ്വിച്ചിട്ട നിമിഷം ബഷീറും പീറ്ററും പിടുത്തം വിട്ടു. കറിയാച്ചന്റെ ശരീരം വായുവിൽ തൂങ്ങി വട്ടം കറങ്ങി. ഒടുവിൽ അതിന്റെ അവസാനത്തെ പിടിച്ചിലും നിലച്ചു. അപ്പോൾ ഭദ്രൻ കെട്ടഴിച്ചു. വാഴപ്പിണ്ടി വെട്ടിയതുപോലെ കറിയാച്ചന്റെ ശരീരം തറയിലടിച്ചു വീണു. ആ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചിരുന്നു. അവൻ തീർന്നു. ഇനി സൈമൺ കൂട്ടൂരാൻ, ഭ്രാന്തമായ ആവേശത്തോടെ മൂർത്തി പറഞ്ഞു. മൂർത്തിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് ജോബിന് തോന്നി. അപ്പോൾ നാസർ അങ്ങോട്ട് ഓടിക്കത്തിച്ചു വന്നു. സാബ്, പോലീസ് നമ്മുടെ താവളം കണ്ടുപിടിച്ചു, ഉടൻ രക്ഷപ്പെടണം. അപ്പോൾ പുറത്ത് പോലീസ് വണ്ടിയുടെ സൈറണും ശബ്ദവും അവർ കേട്ടു. ജോബ്, നീ ഒരിക്കലും പിടികൊടുക്കരുത്. ഞാൻ പിടിക്കപ്പെട്ടാലും സൈമണ് വെറുതെ വിടരുത്. മറ്റൊരു മാർഗത്തിലൂടെ അവർ ഓടി. ഭദ്രൻ മൂർത്തിയുടെ വീൽ ചെയർ തള്ളിക്കൊണ്ടിരുന്നു. പീറ്റർ മാരുതി വാൻ റെഡിയാക്കി നിർത്തിയിരുന്നു. വാതിൽ തുറന്ന് മൂർത്തി അകത്തേക്ക് വീണു. പിന്നാലെ മറ്റുള്ളവരും. വാൻ കൊള്ളിയാൻ പോലെ പാഞ്ഞു. അപ്പോഴും ആ വീൽ ചെയർ വഴിയിൽ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് SP ഹാരിസന്റെ നേതൃത്വത്തിൽ CI റോയ് തോമസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ പഴയ ബംഗ്ലാവ് വളഞ്ഞ് അകത്തു കയറി. മൂർത്തിയുടെ വളർത്തുനായ്ക്കൾ കുരച്ചുകൊണ്ട് പാഞ്ഞു വന്നു. CI റോയി റിവോൾവർ എടുത്തു. വേണ്ട, അത് പറഞ്ഞ് ഹാരിസൺ ഒരു കമ്പിയെടുത്ത് ചുഴറ്റി നായ്ക്കളെ ഓടിച്ചു. അടുത്ത മുറിയിലേക്ക് കയറിയ അവർ കറിയ ചൂളക്കാടന്റെ തണുത്ത് വിറങ്ങലിച്ച ശവം കണ്ട് ഞെട്ടി. നമ്മൾ അല്പം വൈകിപ്പോയി, ഹാരിസൺ പിറുപിറുത്തു. സർ, ഇവിടെ അവരുടെ പൊടി പോലുമില്ല, CI റോയി പറഞ്ഞു. കെട്ടിടത്തിന്റെ പിന്നിലൂടെ അവർ റോഡിലെത്തി.
അവിടെ മറിഞ്ഞു കിടക്കുന്ന വീൽചെയർ ഹാരിസൺ കണ്ടു. നമ്മൾ എത്തിയ വിവരം അവർ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ചെക്ക് പോസ്റ്റുകളിലേക്കും മെസ്സേജ് അയക്ക്. ഒറ്റ വണ്ടി പോലും ചെക്ക് ചെയ്യാതെ കടത്തിവിടരുത്, CM-ന്റേതാണെങ്കിലും. ഹറിയപ്പ്, ഹാരിസൺ പറഞ്ഞു. നാനാ ദിക്കിലേക്കും അപ്പോൾ തന്നെ വയർലെസ് മെസ്സേജുകൾ പാഞ്ഞു. നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് അയക്കാൻ പറയും. 2 കോൺസ്റ്റബിൾ ഇവിടെ നിൽക്കട്ടെ. അതും പറഞ്ഞ് ഹാരിസൺ തന്റെ കാറിൽ കയറി. അതിന്റെ ലൈറ്റുകൾ കത്തി. പിന്നെ അത് മുമ്പോട്ട് കുതിച്ചു. വഴിക്ക് എവിടെ വെച്ചെങ്കിലും അവരുടെ വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം ആശിച്ചു. കുറെ ദൂരം കാർ ഓടിച്ചെങ്കിലും ഫലം നിരാശാജനകമായിരുന്നു. അദ്ദേഹം തിരിച്ച് പോലീസ് പാർട്ടി നിന്നിടത്തേക്ക് തന്നെ പോയി. കറിയ ചൂടക്കാടിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുമ്പോ പിറ്റേന്ന് ഉച്ചയായി. കരയാൻ കണ്ണുനീരില്ലാതെ സൈമൺ കൂട്ടൂരാൻ ശവത്തിനരികിൽ ഇരിപ്പുണ്ടായിരുന്നു. സൈമൺ, ഒന്ന് വരൂ. റോയ് വന്നു വിളിച്ചു. അവൻ എണീറ്റ് പുറത്തേക്ക് ചെന്നു. പുറത്ത് SP ഹാരിസൺ റോബർട്ട് നിൽപ്പുണ്ടായിരുന്നു. തൽക്കാലം എങ്ങോട്ടും പോകണ്ട. 2 കോൺസ്റ്റബിളിനെ ഇവിടെ നിർത്താം. എങ്ങോട്ട് പോകണമെങ്കിലും ഞങ്ങളെ അറിയിക്കണം. അവൻ തലകുലുക്കി. എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടായാലും മൂർത്തിയും ജോബും തന്നെ പിടികൂടുമെന്ന് സൈമൺ അറിയാമായിരുന്നു. തൽക്കാലം ആനറാഞ്ചി എസ്റ്റേറ്റിലേക്ക് ഗുണ്ടുകളെയും കൂട്ടി മുങ്ങിയാലോ എന്ന് അവൻ ആലോചിച്ചു. കറിയ ചൂളക്കാടന്റെ ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഒരു നിഴൽ ചലിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു, ശബ്ദമുണ്ടാക്കരുത്, ജോബിനെ കാണാൻ വന്നതാണ്. ഭദ്രം പറഞ്ഞു. വരൂ. അച്ഛൻ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ജോബ്, ഞങ്ങൾ മറ്റൊരു സ്ഥലത്താണ്, ബോംബെക്ക് പോയില്ല. നീ ഞങ്ങൾക്കൊപ്പം വാ. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ സാബു പറഞ്ഞത്. ഫാദർ, ഞാൻ പോട്ടെ. തമ്മിൽ കാണാൻ പറ്റിയാൽ വീണ്ടും കാണാം. ഭദ്രനോടൊന്നിച്ച് ജോബ് വാനിൽ കയറി. ഇരുളിന്റെ മറപറ്റി വാൻ മുമ്പോട്ട് നീങ്ങി. മാതാവേ, എന്റെ മോന് നീ മാത്രമേ ഉള്ളൂ. അച്ഛൻ നെറ്റിയിൽ കുരിശു വരച്ചു. ജോബ്, സൈമൺ കൂട്ടൂരാനും ഗുണ്ടകളും ആനറാഞ്ചി എസ്റ്റേറ്റിലുണ്ടെന്ന് രഹസ്യമായി വിവരം കിട്ടിയിട്ടുണ്ട്. ഭദ്രൻ റിവ്യൂ മിററിൽ വെറുതെ നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. പിന്നാലെ ഒരു കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഭദ്രൻ വാനിന്റെ സ്പീഡ് കൂട്ടിയപ്പോൾ പിന്നാലെയുള്ള കാറിനും സ്പീഡ് കൂടുന്നത് ഭദ്രൻ കണ്ടു. ക്രൈംബ്രാഞ്ച് SP ഹാരിസൺ റോബർട്ട് ആണെന്ന് തോന്നുന്നു, ഭദ്രൻ മന്ത്രിച്ചു. അവന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടിരുന്നു. വെടിച്ചില്ല് പോലെ ആ മാരുതി വാൻ കുതിച്ചു പാഞ്ഞു. അതേ സ്പീഡിൽ തന്നെയായിരുന്നു പിന്നാലെയുള്ള കാറും. ഹാരിസന്റെ കണ്ണു വെട്ടിക്കാൻ പ്രയാസമാണെന്ന് ജോബിന് തോന്നി. പിടിക്കപ്പെട്ടത് തന്നെ. ഭദ്രൻ പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് പിന്നിലേക്ക് ലക്ഷ്യം വെച്ചു. ഠേ! ഇരുളിൽ ഒരു വെടി പൊട്ടി. ഹാരിസന്റെ കാറിന്റെ ഫ്രണ്ട് വീലിന് വെടിയേറ്റു. അത് പെട്ടെന്ന് റോഡ് സൈഡിലെ ഓടയിലേക്ക് വഴുതി നിന്നു. ഡാമിറ്റ്! ഹാരിസൺ കൈ ചുരുട്ടി കാറിന്റെ ബോണറ്റിലിടിച്ചു. ആ സമയം കൊണ്ട് മാരുതി വാൻ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. വാനിലുണ്ടായിരുന്നത് ജോബ് ഡിസൂസയാണെന്ന് ഹാരിസന് മനസ്സിലായി. അദ്ദേഹം കാറിലെ വയർലെസ്സിലൂടെ ആരെയോ വിളിച്ചു. പഴയ ബംഗ്ലാവിൽ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവർ എവിടെ പോയി ഒളിച്ചെന്നായിരുന്നു ഹാരിസന്റെ ചിന്ത. കുറച്ചു കഴിഞ്ഞപ്പോൾ CI റോയ് ജീപ്പുമായി വന്നു. ഹാരിസൺ ജീപ്പിൽ കയറി. ജീപ്പ് ക്വാർട്ടേഴ്സിലേക്ക് വിട്ടു. മൂർത്തി കേരളം വിട്ടിട്ടില്ലെന്ന് ഹാരിസന് തീർച്ചയായി. സൈമൺ ചൂളക്കാരനെ കൂടി ഇല്ലാതാക്കാതെ അവൻ ബോംബെക്ക് പോകില്ല, തീർച്ച. പക്ഷേ രഹസ്യമായ ഒരു വിവരം കൂടി ഹാരിസൺ അറിഞ്ഞിരുന്നു. രവീന്ദ്ര ജെയിന്റെ ആളുകൾ മൂർത്തിയെ തേടി നടക്കുന്നുണ്ട്, വകവരുത്താൻ വേണ്ടി. ഭദ്രൻ ജോബിനെയും കൊണ്ട് എത്തിയത് കായൽ തീരത്താണ്. വാൻ നിർത്തി പോക്കറ്റിൽ നിന്ന് ഒരു പെൻ ടോർച്ച് എടുത്ത് 2 പ്രാവശ്യം തെളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു മോട്ടോർ ബോട്ടിന്റെ ശബ്ദം നിശബ്ദതയെ ഭഞ്ചിച്ചു. ആ ബോട്ട് തീരത്തോടടുത്ത് വന്നു. വരൂ. വെള്ളത്തിലൂടെ ഇറങ്ങി അവർ ബോട്ടിൽ ചെന്ന് കയറി. ബോട്ട് മുന്നോട്ട് പാഞ്ഞു. ഹാരിസൺ ഫാദർ ബെഞ്ചമിന്റെ അടുത്തേക്ക് ചെന്നു. ഫാദർ, വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ജോബ് ഡിസൂസ ഏത് നിമിഷവും ഇവിടെ എത്താം. വന്നാ ഞങ്ങൾ വിവരം അറിയിക്കണം. വരട്ടെ ഫാദർ. ഹാരിസന്റെ കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ആരോ വിളിക്കുന്നത് കേട്ട് ഫാദർ തിരിഞ്ഞു നോക്കി. പിന്നിൽ ജോബ് ഡിസൂസ. അവനെ കണ്ട് ഫാദർ അറിയാതെ ഞെട്ടി. നിന്നെ അവര് കണ്ടില്ലേ മകനെ? ഫാദർ ചോദിച്ചു. ആരും കണ്ടില്ല ഫാദർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നലെ വെളുപ്പിന് മുതൽ പള്ളിമുറിയിൽ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് SP പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ കാരണം ഫാദറിന് ഒരു കുഴപ്പവും വരില്ല. പോട്ടെ ഫാദർ. എങ്ങോട്ട്? എങ്ങോട്ടാണ് നീ പോകുന്നത്? ആ കഴുകന്മാരുടെ ഇടയിലേക്കോ? അവർക്ക് കടിച്ചു കീറാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എങ്ങും പോണ്ട. വേണ്ട ഫാദർ. ധാരാളം ആളുകൾ വരുന്ന ഇവിടെ വെച്ച് എന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞ ഒരു കുറ്റവാളിയെ ഒളിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് അങ്ങേയും വേട്ടയാടും. മാത്രല്ല, എന്റെ ലക്ഷ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനി സൈമണും കൂടി ബാക്കിയുണ്ട്. ജോബ്, അരുത്.
നീ ഒരു കൊലയാളിയായി തൂക്കുമരത്തിൽ കയറുന്നത് കാണാൻ ഈ വൃദ്ധ പാതിരിക്ക് വയ്യ. അച്ഛന്റെ മിഴികൾ സജലങ്ങളായി. എന്തിനാണ് ഫാദർ അങ്ങനെ ഇത്രയേറെ സ്നേഹിക്കുന്നത്? അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? അവന്റെ മിഴികളും നിറഞ്ഞു പൊട്ടാറായിരുന്നു. ആരോ പള്ളിമേടയിലേക്ക് വരുന്നത് ഫാദർ കണ്ടു. ആരോ വരുന്നുണ്ട്. ജോബ്, നീ അകത്തു പോ, ഫാദർ പറഞ്ഞു. അവൻ അകത്തേക്ക് പോയി. വന്നത് കപ്പിയേര ആന്റണി ആയിരുന്നു. എന്താ ആന്റണി? സന്ധ്യമണി അടിക്കാൻ വന്നതാ അച്ചോ. അതും പറഞ്ഞ് ആന്റണി പോയി മണിയടിച്ചു. അച്ചോ, ഞാൻ പോവുക. ആന്റണി ദൂരെ മറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ അകത്തേക്ക് ചെന്നു. ആരോ വലിച്ചെറിഞ്ഞത് മാതിരി രാത്രിയുടെ പുതപ്പ് ഊന്നു വീണു. പള്ളിമേടയിലെ ലൈറ്റുകൾ തെളിഞ്ഞു. നീ വല്ലതും കഴിച്ചോ? അച്ഛൻ ചോദിച്ചു. ഇല്ല. എങ്കി വാ. അച്ഛൻ ജോബിനെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ചപ്പാത്തിയും കറിയും അവന്റെ മുമ്പിൽ വിളമ്പി വെച്ചു. ആർത്തിയോടെ അവൻ അത് മുഴുവൻ തിന്നു. നിന്നെ രക്ഷിച്ച മൂർത്തിയും സംഘവും എവിടെ? ഫാദർ അവനോട് തിരക്കി. പോലീസ് വളഞ്ഞപ്പോ അവർ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ ബോംബെക്ക്. എന്നെയും വിളിച്ചതാണ്. ഫാദറിനെ കണ്ട് യാത്ര പറയാനാണ് ഞാൻ വന്നത്. സാധിച്ച റീനയെ ഒന്ന് കാണണം. ജോബ് അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്കെല്ലാം അവൾ ഇവിടെ വരും. നിന്നെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് തിരക്കി. അവൻ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. ഇരുളിൽ ഒരു വാൻ വന്ന് പള്ളിമേടയ്ക്ക് അല്പം അകലെയായി നിന്നു. അതിൽ നിന്നും ഭദ്രൻ ഇറങ്ങി. ആരാ അത്? ബോട്ടിനുള്ളിൽ മൂർത്തിയും പീറ്റർ, ബഷീർ, നാസർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇത് എന്റെ പഴയ സുഹൃത്താണ് കാർലോസ്. ബോട്ട് ഡ്രൈവറെ മൂർത്തി ജോബിന് പരിചയപ്പെടുത്തി. കാർലോസിന്റെ സ്വന്തം ബോട്ടായിരുന്നു അത്. നമ്മുടെ ശത്രു ഇപ്പോ ആനറാഞ്ചി എസ്റ്റേറ്റിലുണ്ട്. അവനെ പുകച്ച് പുറത്തു ചാടിക്കണം, മൂർത്തി പറഞ്ഞു. നമുക്ക് ആനറാഞ്ചിയിലെ ബംഗ്ലാവ് തകർത്താലോ? പീറ്റർ പറഞ്ഞു. മണ്ടത്തരം പറയാതെ. പോലീസിന്റെ കണ്ണ് അവിടെ കാണും. സൈമണിനെ തേടി നമ്മൾ ചെല്ലുന്നതും കാത്ത് അവർ വലവരിച്ചിരിക്കുകയായിരിക്കും. ഒരു വഴിയുണ്ട്, റീത്ത. അവൾ വിളിച്ച അവൻ വരാതിരിക്കില്ല. പക്ഷെ റീത്ത എവിടെയുണ്ട്? ചൂടക്കാടന്റെ ബംഗ്ലാവിൽ നിന്ന് പോയി കാണും. അതെ, കറിയാച്ചിന്റെ മരണത്തോടെ അവൾ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയി. അവളെ കണ്ടുപിടിക്കണം. ഹോട്ടൽ ഷെറാട്ടണിൽ കാണും. ഭദ്രൻ അവളെ കണ്ടെത്തണം. തൽക്കാലം ഞങ്ങൾ ബോട്ടിലുണ്ടാവും. കായലിലാകുമ്പോ പെട്ടെന്നാരും കണ്ടെത്തില്ല. ആ രാത്രിയിൽ തന്നെ ഭദ്രനെ കരക്കിറക്കി. മാരുതി വാനിൽ കയറി ഭദ്രൻ ഹോട്ടൽ ഷെറാട്ടണിലേക്ക് പോയി. രവീന്ദ്ര ജെയിനും ഗുണ്ടകളും മൂർത്തിയെ തേടി കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ബോംബെയിൽ നിന്നും ഒരു രഹസ്യ മെസ്സേജ് മൂർത്തിക്ക് ലഭിച്ചു. കായലിലൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല, മൂർത്തി ജോബിനോട് പറഞ്ഞു. ഭദ്രൻ വന്നാൽ ഉടൻ നമുക്ക് താവളം മാറ്റണം. രവീന്ദ്ര ജെയിൻ തുരപ്പനാണ്. അവർ മണത്ത് കണ്ടുപിടിക്കും. അവന്റെ അന്ത്യം നമ്മുടെ മണ്ണിലാകട്ടെ. ജീവനോടെ അവൻ തിരിച്ചു പോകരുത്. മൂർത്തി ഒരു ചുരുട്ട് കത്തിച്ചു. നേരം വെളുക്കുന്നതിന് മുമ്പ് ഭദ്രൻ തിരിച്ചെത്തി. റീത്തയെ കണ്ടുപിടിക്കാനായില്ല. നമ്മൾ പുറപ്പെടുന്നു, വേഗം. ബോട്ട് കരയ്ക്കെടുത്തു. എല്ലാവരും ഇറങ്ങി വാനിൽ കയറി. എങ്ങോട്ടാണ് സർ? ഭദ്രൻ തിരക്കി. ബോംബെക്ക്. തൽക്കാലം അതാണ് രക്ഷ. ഭദ്രൻ വാൻ സ്റ്റാർട്ട് ചെയ്തു. നേരം വെളുത്ത് ഉച്ചയോടുകൂടി വാൻ മറ്റൊരു പട്ടണത്തിലെത്തി. തിരക്ക് പിടിച്ച തെരുവിലൂടെ അത് കുതിച്ചു പാഞ്ഞു. ജോബ് സീറ്റിൽ ചാരിക്കിടന്ന് മയങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ വാനിനെ ഓവർടേക്ക് ചെയ്ത് ഒരു മാരുതി ജിപ്സി നിന്നു. അതിൽ നിന്നും ആയുധധാരികളായ കുറെ ആളുകൾ ചാടിയിറങ്ങി. അവരുടെ കയ്യിലെ സ്റ്റെൻ ഗണ്ണുകൾ അവരുടെ തലയ്ക്ക് നേരെ ചൂണ്ടപ്പെട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ വാനിലുണ്ടായിരുന്നവർ മാരുതി ജിപ്സിലേക്ക് മാറ്റപ്പെട്ടു. ജിപ്സി പറന്നു. ആ കാഴ്ച കണ്ട് ജനം അമ്പരന്നു. അങ്ങനെ ബോംബെ അധോലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന മൂർത്തി എന്റെ തടവറയിൽ. രവീന്ദ്ര ജെയിൻ പൊട്ടിച്ചിരിച്ചു. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. നിനക്ക് വേണമെങ്കിൽ പോകാം, ജോബിനോട് രവീന്ദ്ര ജെയിൻ പറഞ്ഞു. മൂർത്തി ജോബിനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. രക്ഷപ്പെട്ടോളാൻ എന്നായിരുന്നു അതിനർത്ഥം. കാസിം ഷാ ജോബിനെ ജിപ്സിയിൽ കയറ്റി വഴിയിൽ ഇറക്കി വിട്ടു. താൻ വല്ലാത്ത വീട്ടിലാണെന്ന് അവന് മനസ്സിലായി. റോഡിനരികു ചേർന്ന് അവൻ നടന്നു. അപ്പോൾ ഒരു ലോറി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഡ്രൈവർ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാണ്. ജോബ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ലോറി പുറത്തെ ടാർപ്പായിൽ കയറി മലർന്നു കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ലോറി ഓടാൻ തുടങ്ങി. അവൻ ഷൂസിനുള്ളിൽ തപ്പി നോക്കി. റിവോൾവർ സുരക്ഷിതമായി ഇരിപ്പുണ്ട്. രവീന്ദ്ര ജെയിൻ മൂർത്തിയെ കെട്ടിയിട്ട് കഠിനമായി മർദ്ദിച്ചു. കൃത്രിമ കാലുകൾ ഊരി ദൂരെ എറിഞ്ഞു. ചങ്ങലയിൽ തൂങ്ങി മൂർത്തി പിടഞ്ഞു. പെട്ടെന്ന് അവരുടെ താവളം പോലീസ് വളഞ്ഞു. ക്രൈംബ്രാഞ്ച് SP ഹാരിസണും സംഘവും അകത്തേക്ക് പാഞ്ഞു കയറി. രവീന്ദ്ര ജെയിനും മൂർത്തിയും അവരുടെ സംഘവും പോലീസ് കസ്റ്റഡിയിലായി. ഒരു വെടിക്ക് 2 പക്ഷി, ഹാരിസൺ പറഞ്ഞു. പിറ്റേന്ന് പത്രങ്ങൾക്ക് ചാകരയായിരുന്നു. 2 അധോലോക നായകന്മാർ കേരള പോലീസിന്റെ വലയിൽ.
അറസ്റ്റ് ചെയ്ത രവീന്ദ്ര ജെയിനെയും മൂർത്തിയെയും ബോംബെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. SP ഹാരിസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഡിപ്പാർട്ട്മെന്റ് അഭിനന്ദിച്ചു. പക്ഷേ ജോബ് ഡിസൂസ വഴുതിപ്പോയിരിക്കുന്നു. നേരം വെളുത്തപ്പോഴേക്കും ജോബിനെ വഹിച്ചു കൊണ്ടുപോയ ആ ലോറി അവന്റെ നഗരത്തിലെത്തിയിരുന്നു. ഒരു ഹോട്ടലിന് മുമ്പിൽ ലോറി നിന്നു. ഡ്രൈവർ ചായ കുടിക്കാൻ കയറിയ നേരം ജോബ് ഇറങ്ങി നടന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ പള്ളിമേടയിലെത്തണം. ഒരു ടാക്സി വിളിക്കുന്നതാണ് ബുദ്ധി. പാഞ്ഞു വന്ന ടാക്സിക്ക് കൈ കാണിച്ചു. എവിടെ പോണം? ഡ്രൈവർ ചോദിച്ചു. കടപ്പുറം പള്ളിയിൽ. എന്നെ കയറ്. ജോബ് കാറിൽ കയറി. കാറ് കടപ്പുറം പള്ളി ലക്ഷ്യമാക്കി പ്രയാണം തുടങ്ങി. പള്ളിയിൽ രാവിലത്തെ കുർബാനയ്ക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നു. പള്ളിക്ക് അല്പം മാറി കാർ നിർത്തിച്ചു. ജോബ് ടാക്സി കൂലി കൊടുത്ത് സെമിത്തേരിയുടെ ഭാഗത്തു കൂടി ആരും കാണാതെ പള്ളിമുറിയിലെത്തി. ജനാലയിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. റീന പള്ളിയിലേക്ക് വരുന്നത് ജോബ് കണ്ടു. പഴയ റീന തന്നെയാണോ ഇത്? അവന് അത്ഭുതം തോന്നി. ക്ഷീണിച്ച ഒരു പേക്കോലം. പാവം. അറിയാതെ മനസ്സ് മന്ത്രിച്ചു. അവളെ ഒന്ന് വിളിച്ചാലോ? അവൻ തലയുയർത്തി നോക്കി. ആ മുഖത്ത് അമ്പരപ്പ് പറിക്കുന്നത് അവൻ കണ്ടു. അവൾ ചുറ്റും നോക്കിയിട്ട് പതുക്കെ പള്ളിമുറിയിലേക്ക് ചെന്നു. എന്റെ ജോബിച്ച. ഒരു തേങ്ങലോടെ അവൾ അവന്റെ മാറിലേക്ക് വീണു. റീന, എന്താ ഇത്? കരച്ചിൽ കേട്ട് ആരെങ്കിലും വരും. ആ കപ്പ്യർ ആന്റണി അപ്പുറത്ത് കാണും. എന്താ ജോബിച്ച ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? ജോബിച്ചൻ നിരപരാധിയാണെന്ന് അച്ഛൻ പറഞ്ഞു. കൂടുതൽ പറയാൻ അവൾക്ക് ശബ്ദം തടസ്സമായി. വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. ഇനി പോയിക്കോളൂ. കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. ആരെങ്കിലും അറിഞ്ഞ. പള്ളിയിൽ കുർബാന തുടങ്ങി. നീ ചെല്ല്. ജോബ് അവളെ നിർബന്ധിച്ച് പള്ളിയിലേക്ക് വിട്ടു. കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും റീനയുടെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. തന്റെ ജോബിച്ചന് തനിക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷെ എത്ര കാലം? അതായിരുന്നു അവൾക്ക് പേടി. കുർബാന കഴിഞ്ഞ് അച്ഛനോടൊപ്പം റീന വീണ്ടും വന്നു. മോള് പൊയ്ക്കോ. ആരും അറിയണ്ട ജോബ് ഇവിടെയുള്ള കാര്യം. അവൾ തലകുലുക്കി. പിന്നെ അവനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ജോബ് പള്ളിമുറ്റത്തെ വാഗമരം കണ്ടു. കൊമ്പുകൾ ഉണങ്ങി. ജരാനരകൾ ബാധിച്ച അതിൽ ഇപ്പോൾ പൂവുകൾ ഉണ്ടാകാറേയില്ല. തന്നെ പോലെ അതിന്റെ സ്വപ്നങ്ങളും കരിഞ്ഞു പോയിരിക്കുന്നു. ഈ മാഗമരത്തിന്റെ തണലിലാണ് തന്റെയും ലിസിയുടെയും പ്രണയം പൂത്തു തളിർത്തത്. വീണ്ടും ഓർമ്മകൾ അവനെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ തോളിൽ ഒരു തണുത്ത സ്പർശനം. അവൻ തലതിരിച്ചു. ഫാദർ ബെഞ്ചമിൻ. ജോബ്, എണീറ്റ് വാ, എന്തെങ്കിലും കഴിക്കാം. ആന്റണി ചേട്ടൻ പോയോ? കുർബാന കഴിഞ്ഞപ്പോഴേ പോയി. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ജോബ് ചോദിച്ചു. അച്ഛന്റെ പഴയ ജാവ മോട്ടോർ സൈക്കിൾ എവിടെ? ഞാനിപ്പോ ഉപയോഗിക്കാറില്ല. വയസ്സും പ്രായവുമായില്ലേ. അത് അപ്പുറത്തെ ഷെഡിലുണ്ട്. ഇന്ന് രാത്രി ഫാദർ എനിക്കതൊന്ന് തരണം. എന്തിനാണെന്ന് ചോദിക്കരുത്. തരില്ലെന്നും പറയരുത്. അച്ഛൻ മറുപടി പറഞ്ഞില്ല. പകൽ മുഴുവൻ ജോബ് പള്ളിമുറിയിൽ കഴിഞ്ഞു. രാത്രി അച്ഛൻ പഴയ മോട്ടോർ സൈക്കിൾ പൊടി തട്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനോട് ഒന്നും മിണ്ടാതെ അവൻ വണ്ടി വായിച്ചു. ആ പോക്ക് എങ്ങോട്ടാണെന്നറിയാതെ അച്ഛൻ സംശയിച്ചു നിന്നു. റീനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. ജോബിച്ചനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അവൾ ആശ്വസിച്ചു. ജോബിച്ചന്റെ മണവാട്ടിയായി ഫാദർ ബെഞ്ചമിന്റെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന രംഗം എത്ര പ്രാവശ്യം ഭാവനയിൽ കണ്ടിരിക്കുന്നു. പക്ഷേ ജോബിച്ചന് ലിസിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് വളരെ വൈകിയാണ് താൻ അറിഞ്ഞത്. അതറിഞ്ഞ അന്ന് ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ പൊട്ടിക്കരയാനേ കഴിഞ്ഞുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ജോബിച്ചൻ തന്റേതാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. ശിക്ഷ കഴിഞ്ഞു വരുന്ന ജോബിച്ചനെ കാത്ത് താനിരുന്നു. അതിനിടയിലാണ് എല്ലാ കണക്കുകൂട്ടലും പിഴച്ചത്. ജോബിച്ചൻ ജയിൽ ചാടിയത്. ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക? മൂർത്തിയെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ കണ്ണിൽ ജോബിച്ചൻ ഇപ്പോൾ ഭീകരനായ ഒരു ക്രിമിനലാണ്. അവർ ജോബിച്ചന്റെ പിന്നാലെയുണ്ട്. ഏത് നിമിഷവും ജോബിച്ചനെ അവർ പിടിക്കും. വെടിവെക്കാൻ വരെ ഉത്തരവുണ്ടെന്നാണ് അപ്പച്ചൻ പറയുന്നത് കേട്ടത്. റീനയുടെ മനസ്സ് നേരി പിടയുകയായിരുന്നു. മാതാവേ, നീ എനിക്ക് ജോബിച്ചനെ കാണിച്ചു തന്നത് എന്നിൽ നിന്നും അകറ്റാനാണോ? അങ്ങനെ ഉണ്ടാവരുതേ. ഞാൻ മെഴുകുതിരി കത്തിക്കാം. അവൾ ഹൃദയം നൊന്ത് മാതാവിന് നേർച്ച നേർന്നു. കണ്ണടച്ചാൽ പോലീസ് വേട്ടയാടുന്ന ജോബിച്ചന്റെ രൂപമാണ് മനസ്സിൽ. വെടിയേറ്റ് അലർന്ന ജോബിച്ചൻ. ഒരുപോലെ കണ്ണടയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പാതിരാക്കോഴി കൂവുന്നത് റീന കേട്ടു. മോട്ടോർ സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് ചാലുകീറുന്ന പാതയിലൂടെ ജോബ് വണ്ടി പായിച്ചു. അവന്റെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഞ്ഞറാഞ്ചി എസ്റ്റേറ്റ്. സൈമണിനെ നേരിടുന്നതിനു വേണ്ടിയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് ജോബിന് തോന്നി. അല്ലെങ്കിൽ മൂർത്തിയെ പിടിച്ച പോലീസ് തന്നെയും അകത്താക്കിയനെ.
മൂർത്തിയങ്ങൾ തുടങ്ങി വെച്ചത് താൻ അവസാനിപ്പിക്കും. പ്രിൻസി മോളെ കടിച്ചു തുപ്പിയതിൽ സൈമണും പങ്കുണ്ട്. പിന്നെ എത്ര പേർ! നിത്യ, ആശ, അരുൺ, തന്റെ ഡാഡി, പേരുകൾ ഇനിയും നീളുന്നു. അവരുടെയൊക്കെ ആത്മാക്കൾ തന്റെ ഒപ്പമുണ്ട്. പിന്നെ മൂർത്തിയങ്ങളുടെ മനസ്സും ഫാദറിന്റെ അനുഗ്രഹവും. അതുമാത്രം മതി തനിക്ക് വിജയിക്കാൻ. തന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ കാത്തിരിക്കുന്ന റീന. അവളുടെ പ്രാർത്ഥന മാതാവ് കേൾക്കാതിരിക്കുമോ? ഭ്രാന്തമായ വേഗത്തിൽ ബൈക്ക് പറന്നു. ആനറാഞ്ചി എസ്റ്റേറ്റിലെ പഴയ ബംഗ്ലാവിൽ കരടിമാത്തനും ആനബേബിയും മറ്റു ഗുണ്ടകളും തീറ്റയും കൊടിയുമായി ഇരിക്കുകയായിരുന്നു. റൈറ്റർ പിള്ള സൈമന്റെ ഒപ്പം മുറിയിലുണ്ടായിരുന്നു. അവന് തനിച്ചാണെങ്കിൽ കുഞ്ഞിനെ തേടി വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ ധൈര്യം മൂർത്തിയായിരുന്നു. മൂർത്തി ഇപ്പോ അകത്തായില്ലേ? പിള്ള പറഞ്ഞു. അവൻ എന്നെ തേടി വരാതിരിക്കില്ല. സൈമൺ അത് പറഞ്ഞു തീരും മുമ്പ് ഒരു ബൈക്ക് പാഞ്ഞു വന്നു. ഭ്രാന്തമായ വേഗത്തിൽ അത് ബംഗ്ലാവിന്റെ സിറ്റ് ഔട്ടിലേക്ക് പാഞ്ഞു കയറി. കരടിമാത്തനും സംഘവും ഞെട്ടലോടെ പിടഞ്ഞെണീറ്റു. മുമ്പിൽ ജോബ് ഡിസോസയെ കണ്ട് അവരുടെ തലയ്ക്കുള്ളിൽ ഒരു വിദ്യുത് പ്രവാഹമുണ്ടായി. പുറത്തെ ബഹളം കേട്ട് സൈമൺ ചൂളക്കാടനും റൈറ്റർ പിള്ളയും കൂടി പാഞ്ഞു വന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ സൈമൺ ആദ്യം കണ്ടത് തന്റെ നേരെ ചൂണ്ടിയ തൂക്കിന്റെ കുഴലാണ്. അവൻ ഞെട്ടിപ്പോയി. ഈ സമയത്ത് എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? തൂക്കിന്റെ ബാരൽ ചലിപ്പിച്ചുകൊണ്ട് ജോബ് ചോദിച്ചു. അതിനാരും മറുപടി പറഞ്ഞില്ല. നീ ഏത് മാളത്തിൽ പോലും ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ പിന്നിലൂടെ ഒരു കമ്പിവടിയുമായി ആന ബേബി ജോബിനെ അടിക്കാൻ വന്നു. തനിക്ക് മുമ്പിൽ ഭിത്തിയിൽ നിഴൽ കണ്ട് ജോബ് തലകുനിച്ചു. എന്നിട്ട് പിന്നിലേക്ക് ആഞ്ഞു തൊഴിച്ചു. ഒരലർച്ചയോടെ ആന ബേബി തെറിച്ചു പോയി. കമ്പിവടി താഴെ വീണു. ജോബ് അത് കൈക്കലാക്കി. കരടിമാത്തൻ പാഞ്ഞു വന്നു. ജോബ് കമ്പിവടി കറക്കി അടിച്ചു. കാൽമുട്ടിനടിയേറ്റ മാത്തൻ ആനബേബിയുടെ പുറത്തേക്ക് വീണു. ജോബിന് തിരിയാൻ പറ്റുന്നതിന് മുമ്പ് അയാൾ തോക്കടിച്ച് തെറിപ്പിച്ചു. ശക്തിയായ തൊഴിയേറ്റ് ജോബ് ഡിസൂസ വാതിൽപ്പാളിയിൽ ഇടിച്ച് അകത്തേക്ക് വീണു. വാതിലടച്ച് ഓടാമ്പലിട്, തോക്കെടുത്തുകൊണ്ട് മാത്തൻ പറഞ്ഞു. സൈമൺ പെട്ടെന്ന് വാതിലടച്ച് ഓടാമ്പലിട്ടു. പിള്ളേ, പോലീസിനെ വിളിക്ക്. പിള്ള ഫോണിരിക്കുന്നിടത്തേക്ക് പോയി. വാടാ പോകാം. മാത്തൻ കടിമാത്തനെയും ആനബേബിയെയും പിടിച്ചെണീപ്പിച്ചു. സൈമണെ, നമ്മൾ ഇവിടെ നിൽക്കാതിരിക്കുന്നതാ നല്ലത്. പിള്ളയുണ്ടല്ലോ, അവന് പുറത്തു പോകാതെ നോക്കാൻ. വാ, ജീപ്പിൽ കയറ്. ഇവിടെ നിന്നാൽ ശരിയാകില്ല. 4 ദിവസത്തിനുള്ളിൽ ഞാനങ്ങ് പറക്കും. പിന്നെ ഇവൻ അകത്തായിട്ടേ മടക്കമുള്ളൂ. അതിനവൻ അകത്തായി. ഇനി കൊച്ചുമുതലാളി എങ്ങും പോവണ്ട. തട്ടിക്കളഞ്ഞാലോ? മാത്ത ചോദിച്ചു. പോടാ, പോലീസുകാരെ കൈകാര്യം ചെയ്തോളും. അവരെ കാണേണ്ട വിധത്തിൽ കണ്ടാ മതി. വാ. എല്ലാവരും ജീപ്പിൽ കയറി. ജീപ്പ് ആനറാഞ്ചിയിൽ നിന്നും പാഞ്ഞകന്നു. അവർ പറയുന്നതെല്ലാം ജോബ് കേൾക്കുന്നുണ്ടായിരുന്നു. നീ ജീവനോടെ സിംഗപ്പൂരിന് പോകില്ല, തീർച്ച. പിള്ള ഫോൺ ചെയ്തു കാണും. അതിനു മുമ്പ് രക്ഷപ്പെടണം. ജോബ് മുറിക്കുള്ളിൽ പരതി. ചെരിഞ്ഞു കിടക്കുന്ന ഒരു ബാരൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് നിവർത്തി വെച്ച് അതിന് മുകളിൽ കയറിയപ്പോ മേൽക്കൂരയിലുള്ള കഴുക്കോലിൽ പിടുത്തം കിട്ടി. വളരെ ആയാസപ്പെട്ട് ജോബ് ഭിത്തിക്ക് മുകളിൽ കയറി.
എന്നിട്ട് മുമ്പോട്ട് നടന്നു. സ്റ്റോർ മുറിയുടെ മുകളിൽ എത്തിയപ്പോ താഴേക്ക് പിടിച്ചിറങ്ങി. അതിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. നേരം പുലരാറായെന്ന് അവന് തോന്നി. സ്റ്റോർ മുറിയിൽ നിന്നും വരാന്തയിലെത്തിയ ജോബ് നേരത്തെ താൻ നിന്ന സ്ഥലത്തെത്തി. പിള്ളയെ കാണാനുണ്ടായിരുന്നില്ല. ആ മുറിയിൽ നിന്നും വാളാടി മാത്തൻ എടുത്തെറിഞ്ഞ് തന്റെ റിവോൾവർ കിട്ടിയപ്പോൾ അവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. താൻ വന്ന ജാവ മോട്ടോർ സൈക്കിൾ ശത്രുക്കൾ നശിപ്പിക്കാഞ്ഞത് ഭാഗ്യം. അവൻ മോട്ടോർ സൈക്കിളിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. മറ്റൊരു വഴിയിലൂടെ ആനറാഞ്ചിയിൽ നിന്നും ജോബ് പിൻവാങ്ങിയപ്പോ SP ഹാരിസണും സംഘവും സഞ്ചരിക്കുന്ന ജീപ്പ് ആനറാഞ്ചിയെ സമീപിക്കുകയായിരുന്നു. എവിടെ ആ ബാസ്റ്റഡ്? പോലീസുകാരുടെ ബൂട്ട്സിന്റെ ശബ്ദം കേട്ട് ഒളിച്ചിരുന്നിടത്തു നിന്നും ഇറങ്ങി വന്ന റൈറ്റർ പിള്ളയോട് SP ഹാരിസൺ ചോദിച്ചു. പിള്ള ജോബിനെ അടച്ചിട്ട മുറി കാണിച്ചു കൊടുത്തു. വളരെ കരുതലോടെ ഓടാമ്പൽ നീക്കി. ഹാരിസൺ വാതിൽ തുറന്നു. പക്ഷെ അതിനുള്ളിൽ ജോബ് ഡിസൂസ ഇല്ലായിരുന്നു. ഇത്തവണയും അവൻ വിദഗ്ധമായി രക്ഷപ്പെട്ടെന്ന് ഹാരിസന് മനസ്സിലായി. പിള്ളയും അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ജോബ് ഡിസൂസ വായുവിൽ മറിഞ്ഞതുപോലെ പിള്ളയ്ക്ക് തോന്നി. അപ്പോൾ ജോബ് ഡിസൂസ ബൈക്ക് പറപ്പിക്കുകയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് പള്ളിമേടയിലെത്തണം. താൻ കാരണം പോലീസുകാർ ഫാദറെ ഉപദ്രവിക്കരുത്. അവൻ പള്ളിമേടയിൽ എത്തുമ്പോ ഫാദർ ബെഞ്ചമിൻ ഉറങ്ങിയിരുന്നില്ല. എന്താ മകനെ ഇതൊക്കെ? അദ്ദേഹം ചോദിച്ചു. ഫാദർ എന്നോട് ഒന്നും ചോദിക്കരുത്, ക്ഷമിക്കണം. അവൻ അകത്തേക്ക് പോയി. ഡൈനിങ് ടേബിളിൽ തനിക്കുള്ള ഭക്ഷണം മൂടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു. ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫാദർ തന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ ഹൃദയം നിറച്ചും സ്നേഹമാണ് തന്നോട്. അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല. അവൻ കണ്ണുകളൊപ്പി. നാളെ കലാശക്കളിയാണ്. സൈമൺ എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം. അവൻ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ജോബ് മനസ്സിലൊരു കണക്കുകൂട്ടൽ നടത്തി. തിയേറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, മദ്യഷാപ്പുകൾ. നാളെ പുതിയൊരു തന്ത്രം. അതിലവൻ വീഴും, തീർച്ച. രാവിലെ ജോബ് ഉണർന്നപ്പോ കുറെ വൈകിയിരുന്നു. കുർബാന കഴിഞ്ഞ് ആളുകൾ പോകുന്നത് ജനാലയിലൂടെ അവൻ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ റീന വന്നു. നീ വരുന്നത് ആരെങ്കിലും കണ്ടോ? ആ കപ്പിയിറങ്ങാനും? ഇല്ല, ആരും കാണാതെയാണ് ഞാൻ വന്നത്. നീ പൊയ്ക്കോ, എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോലീസിന് കീഴടങ്ങും. നിർവികാരതയോടെ അവൻ പറഞ്ഞു. ജോബിച്ച, എനിക്ക് ജോബിച്ചനെ വേണം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. പൊട്ടിക്കരച്ചിലോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ജോബ് അമ്പരന്ന് പോയി. എന്തറിയുന്നത്? അച്ഛൻ വരും, കണ്ണു തുടയ്ക്ക്. അവളെ ആശ്വസിപ്പിക്കാൻ തന്റെ കയ്യിൽ വാക്കുകളില്ലെന്ന് അവനറിയാമായിരുന്നു. എങ്കിലും അവൻ പറഞ്ഞു. എന്നെപ്പോലൊരു കുറ്റവാളിയെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത് മോളെ? നിന്റെ ജീവിതം പാഴാക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി തൂക്കുമരം ഒരുങ്ങിയിരിപ്പുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നത് ഈ തത്വജ്ഞാനം കേൾക്കാൻ വേണ്ടിയല്ല. അവൻ പറഞ്ഞു. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. എനിക്കറിയാം പണ്ട് എന്നോട് ജോബിച്ചിന് വെറുപ്പാണ്. നോ, ഒരിക്കലുമല്ല. ഇന്ന് നിന്നെ ഞാൻ എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നാവൻ വിധി അനുവദിക്കില്ലല്ലോ മോളെ. അവന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ജോബിച്ച. വിതമ്പലോടെ അവൾ അവനെ ഗാഠം പുണർന്നു. അച്ഛൻ വരുന്നു. അവൻ പറഞ്ഞപ്പോ കണ്ണു തുടച്ചുകൊണ്ട് റീന അകന്നു മാറി. മോള് പൊയ്ക്കോ, എനിക്ക് പുറത്തേക്കൊന്ന് പോകണം. എന്താ രണ്ടുപേരും കൂടി? അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല അച്ഛോ. റീന ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോട്ടെ. അവൾ ഇരുവരോടും യാത്രാനുമതി വാങ്ങി. പിന്നെ തിരിഞ്ഞു നടന്നു. പാവം കുട്ടി, അച്ഛൻ മന്ത്രിച്ചു. അച്ഛൻ അകത്തേക്ക് പോയപ്പോ ജോബ് അച്ഛന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു. ഒരു ലോഹ എടുത്ത് അവൻ അണിഞ്ഞു. പിന്നെ മുമ്പൊരിക്കൽ ഉപയോഗിച്ച നരച്ച വിഗ് എടുത്ത് തലയിൽ വെച്ചു. ഇപ്പൊ അവനെ കണ്ട ഒരു പുരോഹിതനാണെന്നേ പറയൂ. ഫാദർ ബെഞ്ചമിന്റെ അനുജനാണെന്ന് പോലും തോന്നിപ്പോവും. അപ്പോ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നു. ജോബ്, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഫാദറിന് ഒന്നും മനസ്സിലായില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അനുമതി കൂടാതെ അച്ഛന്റെ ലോഹ എടുത്തിട്ടു. ചെറുപ്പത്തിൽ എന്നെ അച്ഛൻ പട്ടത്തിന് വിടണമെന്നായിരുന്നു മമ്മിയുടെ ആഗ്രഹം. ഞാനൊരു പോലീസ് ഓഫീസറായി തീരണമെന്ന് ഡാഡിയും ആഗ്രഹിച്ചു. പക്ഷെ ഞാനിപ്പോ ഒരു കുറ്റവാളിയാണ്. പോലീസ് തേടി നടക്കുന്ന കുറ്റവാളി. എല്ലാം വിധിയുടെ വിളയാട്ടമാണ്, അല്ലേ ഫാദർ? കലാശക്കളിക്കായി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുപക്ഷെ തിരിച്ചു വന്നില്ലെന്ന് വരും. അല്ലെങ്കിൽ എന്റെ ഡെഡ് ബോഡി ഡാഡിയുടെയും മമ്മിയുടെയും കല്ലറയ്ക്കടുത്തായി അടക്കണം. എന്റെ അന്ത്യാഭിലാഷമായി ഫാദർ ഇത് കരുതണം. പോകരുതെന്ന് പറയരുത്. ജോബ് അച്ഛന്റെ കയ്യിൽ ചുംബിച്ച് പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ജാവ ബൈക്കിൽ കയറി പാഞ്ഞുപോയി. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. ടൗണിലെ തിരക്കില്ലാത്ത ഒരു ബൂത്തിൽ കയറി
സൈമന്റെ താവളങ്ങളിലൊക്കെ ഫോൺ ചെയ്തു. ഒടുവിൽ തിയേറ്ററിൽ നിന്നും വാളാടി മാത്തനെ ഫോണിൽ കിട്ടി. സൈമൺ അവിടെ ഉണ്ടോ? ആരാ? ഞാൻ ഫാദർ ആബിൽ, സൈമന്റെ ഡാഡി. ഞാൻ നിർമ്മിക്കുന്ന അനാഥാലയത്തിന് വേണ്ടി കുറച്ച് പണം ഡൊണേറ്റ് ചെയ്യാമെന്ന് ഏറ്റിരുന്നു. പക്ഷെ കറിയാച്ചൻ പെട്ടെന്ന് മരിച്ചതുകൊണ്ടേ മോനെ വിളിക്കാമെന്ന് കരുതിയത്. സ്വരം മാറ്റിയാണ് അവൻ സംസാരിച്ചത്. ഒരു മിനിറ്റ്, മാത്തൻ പറഞ്ഞു. അല്പം കഴിഞ്ഞ് വീണ്ടും മാത്തന്റെ സ്വരം കേട്ടു. ഫാദർ വരൂ, നേരിൽ സംസാരിക്കാം. അത് തന്നെയായിരുന്നു ജോബിന്റെ ഉദ്ദേശവും. അവൻ ബൈക്കിൽ മേരിമാത തിയേറ്റർ ലക്ഷ്യമാക്കി കുതിച്ചു. ഫാദർ എല്ലിപ്പറമ്പനായി ചെന്നാണ് ആൽബർട്ടിനെ പൊക്കിയത് ജോബ് ഓർത്തു. ജോബിന്റെ ബൈക്ക് മേരിമാതയിൽ എത്തുമ്പോൾ നൂൺ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്നും ഒരു പുരോഹിതൻ ഇറങ്ങുന്നത് കണ്ട് മാനേജർ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഫീസ് റൂമിൽ സൈമൺ ചൂളക്കാടനും വാളാടി മാത്തനും ഉണ്ടായിരുന്നു. ഇരിക്കൂ ഫാദർ, യാതൊരു സംശയവും കൂടാതെ സൈമൺ പറഞ്ഞു. അവർക്ക് അഭിമുഖമായിട്ടുള്ള സിറ്റിയിൽ ജോബ് ഇരുന്നു. ഡാഡി പണി തരാമെന്നേറ്റ സ്ഥിതിക്ക് ഞാൻ തരാം ഫാദർ. എത്രയാണ് തരാമെന്ന് പറഞ്ഞത്? 3 ലക്ഷം. 3 ലക്ഷമോ? സൈമൺ മാത്തനെ നോക്കി. ആട്ടെ, എവിടെയാണ് അനാഥാലയം പണിയുന്നത്? നിന്റെ നെഞ്ചത്ത്. അനാഥാലയമല്ല, ശവക്കല്ലറ. അത് പറഞ്ഞതും ജോബിന്റെ കയ്യിൽ റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. നീ? സൈമൺ ഞെട്ടിവിറച്ചു. അതേടാ, ഞാൻ തന്നെ. നീ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? തിയേറ്റർ മാനേജർ പുരോഹിതൻ തോക്കെടുത്തത് കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വിളിക്കട പോലീസിനെ, മാനേജറോട് സൈമൺ അലറി. വേണ്ട, ആയുസെത്താതെ മരിക്കണ്ടെങ്കിൽ നിൽക്കുന്നിടത്തു നിന്നും അനങ്ങാതെ നിൽക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് വാളാടി മാത്തൻ അരയിൽ നിന്നും ഖടാര വലിച്ചൂരി. ജോബിന്റെ വിരൽ തോക്കിന്റെ ട്രിഗറിൽ അമർന്നു. ഒരു വെടിശബ്ദമുയർന്നു. നെഞ്ചിൽ ഒരു ദ്വാരം വീണു. അത് ചുവന്നു. കാറ്റിലാടുന്ന വൻമരം പോലെ വാളാടി മാത്തൻ വിറച്ചു. പിന്നെ പുറകിലോട്ട് മറിഞ്ഞു വീണു. ആ ശരീരം നിശ്ചലമായി. ആരെങ്കിലും അടവെടുക്കാൻ ശ്രമിച്ചാ ഇതായിരിക്കും അനുഭവം. വെടിശബ്ദം കേട്ട് തിയേറ്റർ ജോലിക്കാരും മറ്റും വരാൻ തുടങ്ങിയപ്പോൾ ജോബിന്റെ ശ്രദ്ധ പാളി. ഒരു നിമിഷം സൈമൺ വാതിലൂടെ പുറത്തേക്ക് ചാടി. പിന്നാലെ ജോബും. ഫുട്പാത്തിലെത്തിയതും വെടിവെക്കാൻ ജോബ് തോക്കുയർത്തി. പക്ഷെ ധാരാളം ജനങ്ങൾ പടം വിട്ട് പുറത്തേക്ക് പ്രവഹിച്ചതുകൊണ്ട് അത് നിഷ്ഫലമായി. സൈമൺ മുമ്പോട്ട് കുതിച്ചു. ഒറ്റച്ചാട്ടത്തിന് ജോബ് അവന്റെ കാലിൽ പിടിച്ചു വലിച്ചു. രണ്ടുപേരും തറയിൽ വീണു. ഫുട്പാത്തിൽ കഠാര, കറിക്കത്തി തുടങ്ങിയ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ അടുത്തേക്കാണ് സൈമൺ വീണത്. അവനൊരു കഠാര എടുത്തു. അതിനു മുമ്പ് ജോബ് ഡിസൂസ ഒരു കഠാര വലിച്ചെടുത്തു. സൈമന്റെ പുറത്ത് കുത്തിയിറക്കി. രക്തം ചീറ്റി അവനിട്ടിലിരുന്ന ലോഹയിലേക്ക് തെറിച്ചു. ആ ഭീകര രംഗം കണ്ട് ഓടിക്കൂടിയ ജനങ്ങൾ ഞെട്ടിവരച്ചു. സൈമൺ ഒന്ന് പൊളഞ്ഞു. പിന്നെ നിശ്ചലനായി. വന്യമായ ഭാവത്തോടെ ജോബ് എണീറ്റു. ഒരു പുരോഹിതൻ ആളെ കുത്തിക്കൊല്ലുന്നത് കണ്ട് ഒന്നും മനസ്സിലാകാതെ ജനം മിഴിച്ചു നിന്നു. ജനങ്ങൾക്കിടയിലൂടെ കത്തി വീശിക്കൊണ്ട് ഓടിച്ചെന്ന് ജോബ് ബൈക്കിൽ കയറി. ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട് അത് പാഞ്ഞുപോയി. ശരീരം മുഴുവൻ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഒരു പുരോഹിതൻ പള്ളിമേടയിലേക്ക് ബൈക്കിൽ ചെല്ലുന്നത് കണ്ട് കടപ്പുറവാസികൾ ഓടിക്കൂടി. ഫാദർ ബെഞ്ചമിന് എന്തോ അപകടം പറ്റിയിരിക്കുമെന്ന് അവർ വിചാരിച്ചു. ആ കൂട്ടത്തിൽ റീനയും എസ്തപ്പാനാശാനും ഉണ്ടായിരുന്നു. ചോര ഒലിപ്പിച്ച വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ജോബിനെ കണ്ട് അച്ഛൻ ഞെട്ടിപ്പോയി. ജോബേ! അച്ഛന്റെ വിളിയിൽ നീ അത് ചെയ്തോ എന്ന ധ്വനിയുണ്ടായിരുന്നു. അവൻ നരച്ച വിഗ് എടുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കടം വീട്ടി ഫാദർ. സൈമണെ ഞാൻ കൊന്നു. പെട്ടെന്ന് ആളുകൾക്കിടയിൽ ഒരു തേങ്ങൽ. അവൻ കണ്ടു, അത് റീനയായിരുന്നു. ഇത് ജയിലിൽ ചാടിയ നമ്മുടെ ജോവിച്ചനല്ലേ? ആളുകൾ അവനെ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. ഫാദർ, ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ 4-5 പോലീസ് ജീപ്പുകൾ പാഞ്ഞു വന്ന് പള്ളിമുറ്റത്ത് അലറി നിന്നു. തൂക്കുധാരികൾ പോലീസുകാർ ഇറങ്ങി. ജോബ് ഡിസൂസ, കീഴടങ്ങുന്നതാണ് നല്ലത്. പോലീസ് വളഞ്ഞു കഴിഞ്ഞു. നിനക്കിനി രക്ഷയില്ല. സർവീസ് റിവോൾവറുമായി SP ഹാരിസൺ നാടികീയമായി ചൂടുകൾ വെച്ചു. നോ, അടുക്കരുത്. അവൻ ഓടാനുള്ള ശ്രമമാണെന്ന് കരുതി ഹാരിസൺ റിവോൾവറിന്റെ കാഞ്ചി വലിച്ചു. ജോബിച്ച! ആർത്തനാദത്തോടെ അവർക്കിടയിലേക്ക് റീന പാഞ്ഞു കയറി. SP അത് തീരെ പ്രതീക്ഷിച്ചില്ല. മാറത്ത് വെടിയേറ്റ് റീന കുഴഞ്ഞു വീണു. റീനെ, എന്റെ മോളെ! ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് ജോബ് അവളുടെ അടുത്തിരുന്ന് അവളെ ഉയർത്തി. എന്റെ ജോബിച്ച, നമുക്ക് ഒന്നിക്കാൻ വിധിയില്ല. ഞാൻ ഞാൻ ആ കണ്ണുകൾ അടഞ്ഞു. തല ഒരു വശത്തേക്ക് ചെരിഞ്ഞു. എന്റെ മോളെ! പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ റീനയെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി. CI റോയ് തോമസിന്റെ കയ്യിലുള്ള സർവീസ് റിവോൾവർ മിന്നൽ വേഗത്തിലാണ് ജോബ് ഡിസൂസ വലിച്ചെടുത്തത്.
ആരും അനങ്ങരുത്. അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്ത പോലീസ് പാർട്ടി അമ്പരന്നു. റീനയുടെ സ്നേഹത്തിന്റെ തീവ്രത അവനെ ഭ്രാന്തനാക്കി. ഫാദർ, ഗുഡ് ബൈ. അത് പറഞ്ഞതും റിവോൾവറിന്റെ ബാരൽ സ്വന്തം നെറ്റിയിൽ ചേർത്ത് വലിച്ച് കാഞ്ചി വലിച്ചതും ഒന്നിച്ചായിരുന്നു. ആർക്കും തടയാനായില്ല. വെടിയുണ്ടയോടൊപ്പം കുറെ രക്തവും മാംസവും പുറത്തേക്ക് തെറിച്ചു. ആ ശരീരം റീനയുടെ ദേഹത്തേക്ക് വീണ് നിശ്ചലമായി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറക്കാതെ ഒന്ന് ഹൈപ്പ് കൊടുക്കുക. വീണ്ടും കാണാം പുതിയൊരു നോവലുമായി. നന്ദി.